ഹായ് ഗഡീസ്, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ബേക്കറിയിലെ ചില്ലുകൂട്ടില് ഭംഗിയിൽ നിരത്തി വെച്ചിരിക്കുന്ന ഈ ഡോണറ്റ്സ് അത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിച്ചു തരാം. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. നമുക്ക് വീട്ടില് ഡോണറ്റ്സ് ഉണ്ടാക്കാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ: മൈദ, പഞ്ചസാര, മുട്ട, പാല്, ബട്ടർ, ഈസ്റ്റും കുറച്ച് ഉപ്പും, പിന്നെ ആവശ്യത്തിന് വറക്കാൻ വേണ്ടി ഓയിലും. നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബൗളിലോട്ട് 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഒഴിക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്യാം. ഇതിലോട്ട് 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവും. നമ്മുടെ ഈസ്റ്റ് 10 മിനിറ്റ് വെച്ച് പ്രൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ ബബിൾസ് വന്ന് പ്രൂവ് ആയി കാണാം. ഇതിലോട്ട് നമുക്കൊരു മുട്ട ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3 കപ്പ് മൈദ ഇടാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും. ഇത് നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഈ ഒരു പാകത്തിലെത്തുമ്പോൾ ഇതിലോട്ട് കുറച്ച് പാലും ബട്ടറും കൂടി മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം കുഴക്കണം. എത്രയും കുഴക്കുന്നു അത്രയും സോഫ്റ്റ് ആവും. ഡോ തിക്കായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടി കുഴയ്ക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഡോ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെ ഒരു ബൗളിൽ വെച്ച് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കാം. നമ്മുടെ ഡോ 15 മിനിറ്റ് ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് നമുക്ക് എടുത്തിട്ട് ഇനി പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഓരോ പീസും എടുത്ത് നമുക്കത് ബോളാക്കി റോൾ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച 12 പീസും ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് ഒരു ബട്ടർ പേപ്പർ ഒന്ന് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡോ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഡോണറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സെൻട്രലിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഷേപ്പ് ചെയ്ത ഡോണറ്റ്സ് നമുക്കൊരു 45 മിനിറ്റ് കൂടി നനഞ്ഞ തുണി വെച്ചൊന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 45 മിനിറ്റ് പ്രൂവ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഡോണറ്റിനുള്ള ടോപ്പിംഗ്സ് റെഡിയാക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ഗനാഷാണ് തയ്യാറാക്കുന്നത്. ചോക്ലേറ്റ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു 170 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 170 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള ചോക്ലേറ്റും എടുക്കാം.
170 ഗ്രാം ചോക്ലേറ്റിലോട്ട് നമുക്കൊരു 200 ഗ്രാം ഫ്രഷ് ക്രീം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈക്രോവേവിൽ വെക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗനാഷ് മെൽറ്റ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ്സ് കൂടുമ്പോൾ ഒന്ന് പുറത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ച് വെക്കുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ 2 ചോക്ലേറ്റും ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ് ഇത് 45 മിനിറ്റ്സ് പ്രൂവ് ചെയ്തതിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡബിൾ ദ സൈസ് ആയതിനു ശേഷമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഡോണറ്റിന്റെ ഉള്ളിൽ വേവില്ല. നമ്മുടെ ഡോണറ്റ്സ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ചൂടോടെ നമുക്കൊരു പീസ് കഴിച്ചിട്ട് നമുക്ക് ഡെക്കറേഷനിലേക്ക് കടന്നാലോ? നമുക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ ഗനാഷിലും ഒന്ന് നമ്മുടെ ഡോണറ്റ്സ് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്താം. അപ്പൊ എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡോണറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും കാണാം ബെഞ്ച് അഡ്വെഞ്ചേഴ്സ്.